ഡൈനാമിക്സിൽ പ്രോബ്ലംസ് ഓൺ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, ചലന സമവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്സിലറേഷൻ, ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്സിലറേഷൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ ഒരു ചോദ്യം നോക്കാം. എ ബോഡി falling freely under the action of gravity reaches the ground in 1 second. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രം താഴേക്ക് വരുന്ന ഒരു വസ്തു 1 സെക്കൻഡ് കൊണ്ട് ഭൂമിയിൽ പതിക്കുന്നു. നമ്മളൊരു 2 നില 3 നില ബിൽഡിങ് സങ്കല്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു വസ്തു താഴോട്ട് വീഴുകയാണെന്ന് വിചാരിക്കുക. അത് 1 സെക്കൻഡ് കൊണ്ട് ഭൂമിയിലെത്തുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിറ്റർമിൻ ദ ഹൈറ്റ് ഫ്രം വിച്ച് ദ ബോഡി ഫെൽ. 1 സെക്കൻഡ് കൊണ്ട് അത് താഴെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ഹൈറ്റിൽ നിന്നാണ് അത് താഴെ എത്തുന്നത്, വീഴുന്നത് എന്നുള്ളതാണ് ചോദ്യം. ടേക്ക് G = 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ ചോദ്യത്തിൽ നമ്മളോട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 എടുക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ചോദ്യത്തിൽ തന്നാലും ഇല്ലെങ്കിലും 9.8 എന്നുള്ള ആ വാല്യൂ കാണാതെ അറിഞ്ഞിരിക്കണം. G = 9.8. അപ്പോൾ ഇവിടെ ഹൈറ്റാണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം. ഇപ്പോൾ ചലന സമവാക്യങ്ങളിൽ ദൂരം കാണാനുള്ള ഇക്വേഷൻ S = ut + ½ at². അതെഴുതി അതിലെന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അറിയാം. ഇവിടെ എ ബോഡി ഫോളിങ് ഫ്രീലി, മുകളിൽ നിന്ന് ആരും എറിഞ്ഞതൊന്നുമല്ല, സ്വയം താഴേക്ക് വീഴുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അതുകൊണ്ടാണ് U = 0 എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ തന്നത് T ആണ്. T = 1 സെക്കൻഡ് അല്ലേ, 1 സെക്കൻഡ് കൊണ്ടാണ് അത് താഴെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ടൈം T = 1 സെക്കൻഡ് എന്ന് കൊടുത്തു. ആക്സിലറേഷൻ = ഗ്രാവിറ്റി മൂലമുള്ള ആക്സിലറേഷനാണ്. അതുകൊണ്ട് A = G. അത് 9.8 ആണെന്നും അറിയാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. S = ut എന്നുള്ളിടത്ത് 0 × 1 T 1 + ½ A 9.8 × T എന്ന് പറയുമ്പോൾ 1 T² 1². 0 × 1 എന്ന് പറയുന്ന ടേം 0 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം 0 ആയിരിക്കും. അത് 0 ആയി. ബാക്കി 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. ഈ 9.8 / 2 9.8ൻ്റെ പകുതി 4.9 വന്നു. 0 + 4.9 എന്ന് പറയുമ്പോൾ 4.9 മീറ്റർ. ഇതാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.9 മീറ്റർ ഹൈറ്റിലുള്ള വസ്തുവാണ് 1 സെക്കൻഡ് കൊണ്ട് ഭൂമിയിൽ പതിക്കുന്നത്. ഓക്കെ, 4.9 മീറ്ററിലധികം ഹൈറ്റിലുള്ളൊരു വസ്തുവാണെങ്കിൽ 1 സെക്കൻഡിലധികം സമയമെടുക്കും. 4.9 കുറവാണെങ്കിൽ 1 സെക്കൻഡ് വേണ്ടി വരില്ല ആ വസ്തു ഭൂമിയിൽ പതിക്കാൻ എന്നുള്ള രൂപത്തിലാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഈ ചോദ്യം പ്രകാരം തന്നിട്ടുള്ളത്. മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കാം. എ ഫോഴ്സ് ഓഫ് 30 ന്യൂട്ടൺ ആക്ട്സ് ഓൺ എ ബോഡി അറ്റ് റെസ്റ്റ്. ഫോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇതുള്ളത്. ഒരു വസ്തു റെസ്റ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ മുകളിൽ 30 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്തു. നമ്മളൊരു വസ്തുവിനെ തള്ളുകയാണെന്ന് വിചാരിക്കുക. ആ തള്ളുമ്പോൾ ഒരു ബലം കൊടുത്താലല്ല ആ വസ്തു നീങ്ങുള്ളൂ. അവിടെ കൊടുത്തിട്ടുള്ള ബലം ഫോഴ്സിൻ്റെ SI യൂണിറ്റാണ് ന്യൂട്ടൺ. 30 ന്യൂട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ദ മാസ് ഓഫ് ദ ബോഡി ഈസ് 50 കിലോഗ്രാം. ആ വസ്തുവിൻ്റെ ഭാരം 50 കിലോഗ്രാമാണ്. 50 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെയാണ് തള്ളുന്നത്. ഡിറ്റർമിൻ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ആഫ്റ്റർ 4 സെക്കൻഡ്സ്. അത് 4 സെക്കൻഡുകൾ കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതോടൊപ്പം തന്നെ ദ ഡിസ്റ്റൻസ് ഇറ്റ് കവേഴ്സ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ആൻഡ് ആക്സിലറേഷൻ. ആ 4 സെക്കൻഡുകൾ കൊണ്ട് അത് പിന്നിടുന്ന ദൂരം എന്താണ് എന്നുള്ളതും അതിൻ്റെ ആക്സിലറേഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഈ വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങൾ അത് ഓർത്ത് മനസ്സിലെപ്പോഴും ഉണ്ടാവണം. എന്നാലും ഇത് എന്താണ് ചോദ്യം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു
ധാരണ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എഫ് തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്, ഫോഴ്സും തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സും മാസും ആക്സലറേഷനും കൂടി ഒരു ഇക്വേഷൻ ഉണ്ട്. എഫ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ സ്കൂളുകളിൽ നിന്നോട്ട് പഠിക്കുന്നതാണ്. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അതിലിവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട് എത്രയാണ്? 30 ന്യൂട്ടൺ. മാസ് 50 കിലോഗ്രാം. ആക്സിലറേഷൻ ഈ കിലോഗ്രാമിലാണ് മാസ് തന്നതെങ്കിൽ ഫോഴ്സ് ന്യൂട്ടൺ എന്ന് മാറ്റി കിലോഗ്രാമിലേക്ക് മാറ്റണം. ന്യൂട്ടൺ എന്ന് പറയുന്നതും ഒരു ഫോഴ്സ് ബലത്തിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതിലേക്കാണ് മാറുക. അപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യം 10 ന്യൂട്ടണെയാണ് നമ്മൾ എന്ത് പറയുക? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ 50 ന്യൂട്ടൺ ആകുമ്പോൾ 30 ന്യൂട്ടൺ ആകുമ്പോൾ 3 കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഈ 30 ന്യൂട്ടൺ എന്നുള്ളിടത്ത് 3 എന്ന് കൊടുത്തു, ഇത് കിലോഗ്രാമൊക്കെ മാറ്റിയതാണ്. കാരണം ഇവിടെ മാസ് കിലോഗ്രാമിലാണ് ഉള്ളത്. അപ്പോൾ 3 ഈക്വൽ ടു 50 ഇൻറ്റു എ ആണ് കാണേണ്ടത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ അവിടെ നിർത്തി 50 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എ ഈക്വൽ ടു 3/50. 3നെ 50 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 0.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതാണ് കിട്ടുക. ആ 50 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെ 30 ന്യൂട്ടൺ ഫോഴ്സ് വെച്ച് തള്ളുമ്പോൾ അതിൻ്റെ ആക്സലറേഷൻ 0.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആവും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ വസ്തു 4 സെക്കൻഡുകൾ കഴിയുമ്പോൾ എത്രയാണ് അതിൻ്റെ വെലോസിറ്റി എന്നുള്ളതാണ്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി നമുക്കറിയുന്ന ഇക്വേഷനാണ്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടെ യു എന്താണ്? ഈ വസ്തു റെസ്റ്റിലല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. എ ഇൻറ്റു ടി, എ എന്ന് പറയുന്ന ആക്സിലറേഷൻ ഇവിടെ കണ്ടു 0.06 ഇൻറ്റു ടി. എത്ര സെക്കൻഡുകൾ കഴിഞ്ഞിട്ടാണ്? 4 സെക്കൻഡ് എന്നുള്ള ചോദ്യത്തിനുണ്ട്. ഇൻറ്റു 4 കൊടുത്തു. 0.06 ഇൻറ്റു 4 0.24 എന്നുള്ളത് വന്നു. 20.24 മീറ്റർ പെർ സെക്കൻഡാണ് 4 സെക്കൻഡുകൾ കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി. ഈ 0 പ്ലസ് അറിയുമ്പോൾ 0 പോയി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ഈ 4 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ദൂരമാണ്. ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു എന്താ? ഈ 0 തന്നെയാണ്. 0 ഇൻറ്റു ടൈം 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ. എ എന്താ? 0.06 ആക്സലറേഷൻ 0.06 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ വരും, 4ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ ഈ 0 ഇൻറ്റു 4 എന്ന് പറയുന്നത് 0 ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 ആയിരിക്കും. അവിടെ 0 ആയി. ബാക്കി ഈ ഒരു ഭാഗമാണുള്ളത്. ഹാഫ് ഇൻറ്റു 0.06 ഇൻറ്റു 4 സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? 4ൻ്റെ സ്ക്വയർ 16. അതേപോലെ 0.06 ഉണ്ട് ഇവിടെ, അതിനെ 2 കൊണ്ട് ഹരിക്കുമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ 0.06നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 0.03 ആയി. അതേ ഗുണം 4ൻ്റെ സ്ക്വയർ 16 ചെയ്തപ്പോൾ 0.48 മീറ്റർ എന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സെക്കൻഡുകൾ കൊണ്ട് അത് 0.48 മീറ്റർ അപ്പുറത്തേക്കാണ് ആ വസ്തു എത്തുക. ഈ രൂപത്തിലാണ് ആ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇക്വേഷൻസ് നോക്കുക, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കുക, അതുപ്രകാരം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. മറ്റൊരു ചോദ്യം, എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 120 മീറ്റർ പെർ സെക്കൻഡ്. ഒരു കല്ല് മുകളിലോട്ട് കുത്തനെ എറിയാണ്. ആ എറിയുന്നത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എറിയപ്പെടുന്നത് 120 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡുകൾ കൊണ്ട് 120 മീറ്റർ മുകളിലെത്താൻ കണ്ടിട്ടാണ്. 120 മീറ്റർ സ്പീഡിലാണ് എറിയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ, ഒന്നാമത്തെ ചോദ്യം, ദ മാക്സിമം ഹൈറ്റ് ടു വിച്ച് ഇറ്റ് ട്രാവൽസ് ബിഫോർ സ്റ്റാർട്ടിങ് റിട്ടേൺ ടു എർത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കുറേ മുകളിലോട്ട് പോയി പിന്നെ അത് താഴോട്ട് തന്നെ വരാൻ തുടങ്ങും. അപ്പോൾ ഈ താഴോട്ട് വരുന്നതിന് മുമ്പ് എത്ര ഹൈറ്റിലെത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ബി, ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു ഗോ അപ്പ് ആൻഡ് കം ഡൗൺ. കല്ല് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നിശ്ചിത സമയം കൊണ്ട് അത് മുകളിലെത്തും, തിരിച്ച് നിശ്ചിത സമയം കൊണ്ട് തിരിച്ച് ഭൂമിയിലെത്തും. അപ്പോൾ മുകളിലോട്ട് പോയി താഴെ എത്താനെടുത്ത സമയം എന്തെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് വിൽ സ്ട്രൈക്ക് ദ ഗ്രൗണ്ട്. അത് മുകളിൽ പോയി താഴെ വന്ന് വീഴുമ്പോൾ ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് അത് എറിയൽ കല്ല് മുകളിലോട്ട് എറിഞ്ഞിട്ടുള്ള വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 120 മീറ്റർ പെർ സെക്കൻഡാണ്. പിന്നെ നമുക്കറിയുന്ന ഒരു കാര്യം, ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ആണ്.
മുകളിലോട്ട് പോകുമ്പോൾ അതിന് റിട്ടാർഡേഷൻ ഉണ്ടാകുക. അതുകൊണ്ട് -9.8 m/s². ഇനി ഒന്നാമത്തെ ചോദ്യം അത് എത്ര ഹൈറ്റിന് മുകളിലോട്ട് എത്തി എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ S=ut + ½ at² ആണ്. അതിൽ u എന്നുള്ളത് നമുക്കറിയാം, ടി ആണ് അടുത്തത് എഴുതുന്നത്. ടി നമുക്കറിയില്ല, എത്ര സമയം കൊണ്ടാണ് മുകളിലോട്ട് പോയത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബിയിലേക്ക് കിടക്കുകയാണ്. ബി എന്ന് പറയുന്നത് എത്ര സമയം എടുത്തിട്ടാണ് മുകളിലോട്ട് പോയി, എത്ര സമയം എടുത്ത് താഴേക്ക് വന്നു, ടോട്ടൽ ടൈം എത്രയാണെന്നുള്ള. അപ്പോൾ നമ്മൾ v = u + at എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം അല്ലേ, മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ മുകളിലെത്താൻ എടുക്കുന്ന സമയം പറയുമ്പോൾ അവിടെ എത്തിയാൽ എന്താണ്, 0 ആണ്. മുകളിലോട്ട് എറിയപ്പെട്ട വസ്തുവിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എറിഞ്ഞ സ്പീഡും ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന വസ്തുവിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 താഴെ വന്ന് വീഴുമ്പോൾ ഫൈനൽ വെലോസിറ്റി വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 ആണ് മുകളിലോട്ട് എറിഞ്ഞ കല്ലിൻ്റെ. അപ്പോൾ 0 കൊടുത്തു. യു എത്രയാണ് എറിയപ്പെട്ടിട്ടുള്ളത്, 120 ആണ്, അത് ഇവിടെ കൊടുത്തു. × a × t. ആക്സലറേഷൻ എത്രയാണ്, -9.8 അല്ലേ. ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -9.8 ആണ്. × t എത്ര സമയം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഇവിടെ 0 ആണ്, ഈ 120 എന്നുള്ള കോൺസ്റ്റൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +120 -120 ആവും, =-9.8 t. ഇനി ടി കാണണം, ടൈം കാണാൻ നമ്മൾ ഈ ടീനെ ഇവിടെ നിർത്തിയിട്ട് 9.8നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ -120 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ -9.8 ഇങ്ങോട്ട് വരുമ്പം ഹരിക്കണം എന്നാവും. 120/9.8 എന്ന് പറയുമ്പോൾ 12.24 -/ ആവും. അതായത് 12.24 സെക്കൻഡുകളാണ് അത് മുകളിലേക്ക് പോകാനെടുത്ത സമയം. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മുകളിൽ പോയി താഴെ എത്താനെടുത്ത സമയം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞ് അല്ലെങ്കിൽ ഏതൊരു വസ്തു മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ചെന്ന് അതിൻ്റെ ഒരു എത്ര ഹൈറ്റ് മാക്സിമം ആയിട്ട് പോകുക അത്രയും ചെന്നതിന് ശേഷം എത്ര സമയമാണോ അതിനെടുത്ത് അതേ സമയമായിരിക്കും അത് തിരിച്ച് താഴോട്ട് വരാൻ കൊടുക്കുക. അതുകൊണ്ട് ടോട്ടൽ ടൈം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ ടൈമിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 × 12.24 24.48 സെക്കൻഡാണ് കേട്ടോ, മീറ്റർ അല്ല. ഇതിൻ്റെ അടുത്ത് തന്ന തെറ്റാണ്, മീറ്റർ അല്ല, സെക്കൻഡ് എന്നുള്ളതാണ്. 24.48 സെക്കൻഡാണ് അത് വസ്തു മുകളിലോട്ട് പോയി താഴോട്ട് എത്താനെടുക്കുന്ന സമയം. അപ്പോൾ ഇവിടെ ടൈം കിട്ടി. ടൈം എത്രയാണ്, മുകളിലോട്ട് പോകാൻ 12.24 സെക്കൻഡ്. ഈ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. S=ut + ½ at² എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി S=ut, u അറിയുന്ന 120, ഇനീഷ്യൽ വെലോസിറ്റി 120 ആയിരുന്നു, ടി എത്രയാണ് 12.24 ut + ½ a അറിയുന്ന -9.8 × t², 12.24 സ്ക്വയർ. 120നെ 12.24 കൊണ്ട് ഗുണിക്കുമ്പോൾ 1468.8 വരും. ½ × 9.8 അറിയുമ്പോൾ മൈനസ് ഇവിടെ ഇട്ടു, ഈ പ്ലസ് × മൈനസ് ഇവിടെ ഇട്ടു. 9.8ൻ്റെ പകുതി 4.9 ഗുണം 12.24 സ്ക്വയർ 149.8. ഇനി ഇതിന്ന് ഈ 4.9 × 149.8 ഗുണിച്ചാൽ കിട്ടുന്ന വാല്യൂ ആയ 734.02 കുറക്കുമ്പോൾ 734.78 മീറ്റർ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 m/s മുകളിലോട്ട് എറിയപ്പെട്ടിട്ട് കല്ല് 734.78 മീറ്റർ മുകളിലോട്ട് പോകും എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ, മുകളിലോട്ട് എറിഞ്ഞ ആ കല്ല് താഴെ വന്ന് പതിക്കുമ്പോൾ എത്രയായിരിക്കും അതിൻ്റെ വെലോസിറ്റി എന്ന്. അത് സിമ്പിളാണ്, ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തു മുകളിലോട്ട് എറിഞ്ഞാൽ ആ എറിയപ്പെടുന്ന വെലോസിറ്റി എന്താണോ ആ വെലോസിറ്റിയിൽ തന്നെയായിരിക്കും അത് മുകളിൽ പോയി തിരിച്ച് വന്ന് ഭൂമിയിൽ പതിക്കുക. അപ്പോൾ ഇവിടെ 120 m/s മുകളിലോട്ട് എറിഞ്ഞത്, അതേ വെലോസിറ്റി ആയിരിക്കും താഴെ വന്ന് പതിക്കുമ്പോൾ. അതാണ് സി ഞാൻ എഴുതിയത്. ദ വെലോസിറ്റി വിച്ച് വിൽ സ്ട്രൈക്ക് ദ ഗ്രൗണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി വിച്ച് ദ സ്റ്റോൺ ത്രോൺ അപ്വേർഡ്. കല്ല് മുകളിലോട്ട് എറിഞ്ഞപ്പെട്ടിട്ടുള്ള വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും താഴെ വന്ന് പതിക്കുന്ന വെലോസിറ്റി. ഇത്രയുമാണ് ഡൈനാമിക്സിൽ ആക്സിലറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ.
കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ.